ബ്രിട്ടീഷ് മിലിറ്ററി കമാൻഡിംഗ് ജനറൽ അദ്ദേഹത്തിൻ്റെ കമാൻഡിംഗ് ചീഫിനയച്ച വിപുലമായ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: നേരത്തെ നടന്ന ചെറു കലാപങ്ങളെ ആസ്പദമാക്കി പറഞ്ഞാൽ കലാപകാരികൾ ബ്രിട്ടീഷ് ട്രൂപ്പുമായി പോരാട്ടം നടത്തും. ഏതാനും പോരാട്ടങ്ങൾക്ക് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കും. തിരൂരങ്ങാടിയിലും പൂക്കോട്ടൂരുമുണ്ടായ ഏറ്റുമുട്ടലുകളെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആ നിഗമനം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിഗമനങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു. കലാപബാധിത പ്രദേശങ്ങളുടെ വ്യാപ്തി വികസിച്ചു കഴിഞ്ഞു. ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഒരു പദ്ധതിയാണിത്. അതിന് എല്ലാ പരിവേഷവുമുണ്ട്. അവർ ഒരു പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം ലക്ഷ്യമാക്കിയിരിക്കുന്നു. സമാന്തര ഭരണകൂടത്തിൻ്റെ അഥവാ മലബാറിൽ ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് മാപ്പിളമാരെ പ്രേരിപ്പിച്ച വികാരം കറാച്ചി ഖിലാഫത്ത് യോഗത്തിൽ അവതരിപ്പിച്ച സ്വരാജ് എന്ന പദമാണ്. ബ്രിട്ടീഷ് രാജിനു പകരം മുസ്ലിം രാജ് ആയി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്ത് മാപ്പിളനാട് സ്ഥാപിക്കാൻ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും ഒരു വിഭാഗം മാപ്പിളമാർ തീരുമാനിച്ചു. ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടി യുദ്ധം ചെയ്യാൻ അവർ മാനസികമായി തയ്യാറെടുത്തു. സ്വരാജ് എന്തെന്ന് വിശദീകരിച്ച് മാപ്പിളമാരുടെ തെറ്റിദ്ധാരണ തിരുത്തുന്നതിന് കോൺഗ്രസ് നേതാക്കളും പരാജയപ്പെട്ടു. അത് വ്യക്തമാക്കുന്നതായിരുന്നു തിരൂരങ്ങാടിയിൽ കണ്ടെടുത്ത പതാകയിൽ ആലേഖനം ചെയ്ത കുറിപ്പടികൾ. അറബിയിൽ എഴുതിയതിൻ്റെ മലയാള രൂപം ഇങ്ങനെയാണ്: ഖിലാഫത്ത്, അല്ലാഹ് വലിയവനാണ്. പ്രായമായവരും ദുർബലരും യുവത്വമുള്ളവരും നടക്കാൻ കഴിയുന്നവരും സവാരി ചെയ്യാൻ കഴിയുന്നവരും ധനവാന്മാരും ദരിദ്രരും സായുധനും നിരായുധനും മുടന്തനും വികലാംഗനും എല്ലാവരും ദൈവപരിവേഷത്തിൽ യുദ്ധത്തിനായി പുറപ്പെടുക. ഇതായിരുന്നു ആഹ്വാനം. ഖിലാഫത്ത് രാജ്യത്തിനായുള്ള പോരാട്ടത്തിനു തയ്യാറെടുക്കാനുള്ള മതപരമായ ആഹ്വാനം. മാപ്പിളക്കരുത്തിൽ പട്ടാളം വഴിയൊഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതായി ലഹളക്കാർ വിചാരിച്ചു. ഏറനാടും വള്ളുവനാടുമൊക്കെ അവർ മാപ്പിള രാജ്യമാക്കി മാറ്റി. ഖലീഫയും രാജാവുമൊക്കെ സ്വയം അവരോധിക്കപ്പെട്ടു. അവർ പുതിയൊരു ഭരണകൂടം സൃഷ്ടിച്ചു. സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണത്തിന് അവർ ഹിന്ദുക്കളുടെ നേർക്ക് തിരിഞ്ഞു. മണ്ണാർക്കാട് ചെറിയ നായർ, മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി, MP നാരായണമേനോൻ തുടങ്ങി വിരലിൽ എണ്ണാവുന്ന ചില ഹിന്ദുക്കൾ ലഹളക്കാരുടെ പക്ഷത്തു ചേർന്നു. പടയോട്ടം നടത്തി ഹിന്ദുവംശം നടത്തിയ ടിപ്പുവിനോടൊപ്പം ബ്രാഹ്മണർ ഉണ്ടായിരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. ഇരിക്കുന്ന കുമ്പ് മുറിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇന്നും അതിനൊരു മാറ്റമൊന്നുമില്ല. അതാകട്ടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. മതം മാറാൻ വിസമ്മതിച്ച ഹിന്ദുക്കളെ പുഴയിലിറക്കി വെട്ടിക്കൊന്നു. ചാലിയാർ പുഴയും വാക്കാലൂർ പുഴയുമൊക്കെ ഹിന്ദുക്കളുടെ രക്തം കലർന്ന് പരന്നൊഴുകി. നീലവർണ്ണത്തിൽ ഒഴുകിയിരുന്ന പുഴകൾക്ക് 100 വർഷം മുമ്പ് ഇതേ നാളുകളിൽ ഇതേ നിറമായിരുന്നു. അന്ന് രക്തം കലർന്ന വർണ്ണമായിരുന്നുവെങ്കിൽ ഇന്ന് മലവെള്ളപ്പാച്ചിലിൽ ചെമ്മണ്ണ് കലർന്ന ചെന്നിറമായി ഒഴുകുന്നുവെന്ന് മാത്രം. ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലും താമരശ്ശേരി താലൂക്കിലെ ഓമശ്ശേരിയിലുമാണ് മാപ്പിള ലഹളക്കാർ ഹിന്ദുക്കളെ ആക്രമിച്ചത്. ഇവിടങ്ങളിൽ വീട് കയറി പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വരെ വെട്ടിക്കൊന്നു. സർക്കാർ രേഖകളിലും അനുഭവസ്ഥരുടെ മൊഴികളിലും ഇവ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഓരോ ഹിന്ദു വീടുകൾക്കും ഓർമ്മിച്ചെടുക്കാനുണ്ട് മാപ്പിള ലഹളക്കാലത്ത് നടന്ന ചിതലരിക്കാത്ത ചരിത്രങ്ങൾ. ഓരോ വീട്ടിലും നടന്നത് നടുക്കുന്നതും ബീഭത്സവുമായ കുറ്റകൃത്യങ്ങളായിരുന്നു. ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വള്ളുവനാട് താലൂക്കിലെ പുൽപ്പറ്റ ഗ്രാമത്തിലൂടെയാണ്. ചെമ്പ്രശ്ശേരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ലഹളക്കാരാണ് ഇവിടങ്ങളിലൊക്കെയുള്ള ഹിന്ദു വീടുകളിൽ കൊള്ളയും കൊലയും മതപരിവർത്തനവും നടത്തിയിരുന്നത്. ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ FB ഇവാൻസ് രേഖപ്പെടുത്തിയ റിപ്പോർട്ട് പ്രകാരം മതത്തിനു വേണ്ടി പുണ്യയുദ്ധം ചെയ്ത് വീരസ്വർഗം പ്രാപിക്കാൻ തയ്യാറായ 100 കണക്കിന് മാപ്പിളമാർ ചെമ്പ്രശ്ശേരി തങ്ങൾക്കുണ്ടായിരുന്നു. ചെമ്പ്രശ്ശേരി തങ്ങൾ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ സന്തത സഹചാരിയും അജ്ഞാനുവർത്തിയുമായിരുന്നു. ചെറു സംഘങ്ങളായാണ് ഇവർ വീട് കയറി ആക്രമിച്ചിരുന്നത്. മേജർ വെൽഡൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാള സംഘം ചെമ്പ്രശ്ശേരി തങ്ങളുടെ ഒരു വിഭാഗവുമായി ഏറ്റുമുട്ടിയതായി ബ്രിട്ടീഷ് രേഖകളിൽ കാണാം. പുൽപ്പറ്റ വില്ലേജിൽ ചെമ്പ്രശ്ശേരി തങ്ങളും സംഘവും വീട് കയറി വധിച്ചത് 5 പേരെയാണ്. 3 നായന്മാരും കള്ളുചെത്തുകാരനായ കേലുക്കുട്ടിയും നാഗേരിമനയിലെ വിഷ്ണു നമ്പൂതിരിയുമാണ് ലഹളക്കാരുടെ വാളിന് ഇരയായത്. വിഷ്ണു നമ്പൂതിരി ജന്മിയാണെങ്കിലും മറ്റു 4 പേരും സാധാരണക്കാരായിരുന്നു. ഇവരൊന്നും ബ്രിട്ടീഷ് പക്ഷക്കാരായിരുന്നില്ല. ഞാനിപ്പോൾ പോകുന്നത് ലഹളക്കാർ നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തിയ വിഷ്ണു നമ്പൂതിരിയുടെ മനയിലേക്കാണ്.
നേരെ കാണുന്ന ആ മനയാണ് നാഗേരി മന. 3 തവണയാണ് ലഹളക്കാർ നാഗേരി മനയിലെത്തിയത്. ആദ്യം തോക്ക് ചോദിച്ചു വന്നു. രണ്ടാമതായി വന്ന് കാരണവരായി വിഷ്ണു നമ്പൂതിരിയെ വിളിച്ചിറക്കി വെട്ടിക്കൊന്നു. 3-മത്തെ പ്രാവശ്യം മന പൂർണ്ണമായും കൊള്ളയടിച്ചു. വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ സംഘമാണ് ഇവിടെ അക്രമം നടത്തിയതെന്നും പക്ഷാന്തരമുണ്ട്. പടിയും പടിപ്പുരയുമൊക്കെയുള്ള ഒരു പുരാതന ബ്രാഹ്മണാലയമാണ് നാഗേരി മന. പടിപ്പുര കടന്നിറങ്ങിയാൽ വിശാലമായ മുറ്റത്തുകൂടി നാഗേരി മനയുടെ പൂമുഖത്തേക്ക് പ്രവേശിക്കാം. നൂറ്റാണ്ടുകൾ മുമ്പുള്ള നിർമ്മിതിയുടെ കൗതുക കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് നാഗേരി മന. അകത്തെ ചില കാഴ്ചകൾ കൂടി കണ്ട ശേഷം ലഹളകാല ചരിത്രത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. നിരവധി മുറികളും പത്തായവുമൊക്കെയുള്ള നാഗേരി മനയുടെ ഉൾക്കാഴ്ചയാണിത്. അകത്തെ ഇടനാഴികയിലൂടെ ഇങ്ങനെ നടക്കുന്നത് നടുമുറ്റത്തെ വലം വെച്ചുകൊണ്ടാണ്. അയ്യപ്പ സങ്കല്പത്തിലുള്ള ദേവസ്ഥാനമുള്ള നടുമുറ്റമാണിത്. നാഗശിരസ് രൂപത്തിൽ നിർമ്മിച്ച വാതിലിൻ്റെ അരമയാണിത്. ഓരോ മുറിക്കും വിവിധ രൂപത്തിലുള്ള അരമകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാതിൽപ്പാളികൾ തുറക്കുമ്പോഴുള്ള ശബ്ദം കേട്ടാൽ മനയിലുള്ളവർക്ക് അറിയാമത്രേ ഏത് മുറിയുടെ വാതിലാണ് തുറക്കുന്നതെന്ന്. മനയുടെ അകം ആദ്യമായാണ് ചിത്രീകരിക്കാൻ അനുവദിക്കുന്നതെന്ന് മനയിലെ ഇപ്പോഴത്തെ കാരണവർ NCV നമ്പൂതിരി ഓർമ്മിപ്പിച്ചു. നെല്ല് സംഭരിച്ചിരുന്ന മനയിലെ പത്തായമാണിത്. ഇത്തരം പത്തായങ്ങൾ പഴയ മനകളിലൊക്കെ ഇപ്പോഴും സംരക്ഷിച്ചു വരുന്നുണ്ട്. നാഗേരി മനയിൽ ലഹളക്കാലത്ത് നടന്ന അനുഭവങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക എന്നതായിരുന്നു എൻ്റെ അടുത്ത ലക്ഷ്യം. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മലപ്പുറം ജില്ലയുടെ അമരക്കാരനും ഇപ്പോൾ സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരിയുമാണ് NCV നമ്പൂതിരി. അദ്ദേഹമാണ് മനയിലെ ഇപ്പോഴത്തെ കാരണവർ. ഞാൻ അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. നമസ്കാരം. പുൽപ്പറ്റ പഞ്ചായത്തിൽ നാഗേരി മന, ആ നാഗേരി മനയിലെ ഇപ്പോഴത്തെ കാരണവരാണ് അങ്ങ്. ഈ പുൽപ്പറ്റ ഈ വില്ലേജിൽ ഈ 1921 നടന്ന മാപ്പിള കലാപത്തിൽ ഏതാണ്ട് 5-ലേറെ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലൊരാൾ ഈ ഇല്ലത്തെ ഈ മനയിലെ ഒരു കാരണവരാണ്. ഈ ഇല്ലത്ത് വന്ന് അതിക്രൂരമായ രീതിയിൽ വധിക്കുക മാത്രമല്ല ഇല്ലത്തിന് വളരെയധികം നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടും കേട്ടിട്ടുണ്ട്. 100 വർഷം മുമ്പത്തെ സംഭവമാണത്. പക്ഷെ എന്നാലും നമ്മളെ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി വന്നത്, ഈ മനയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് അങ്ങ് കേട്ട അറിവ് ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ട അറിവാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അത് സത്യാവസ്ഥയാണെന്നുള്ളത് വളരെ കാര്യപ്രസക്തമായുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു തന്നുള്ളത്. 1921 മാപ്പിള ലഹള, ഇപ്പോൾ കർഷകല എന്നൊക്കെ പറയേണ്ടതല്ല, ശരിക്കും മാപ്പിള ലഹള നടന്നത് അന്ന് എൻ്റെ അച്ഛൻ, മുത്തച്ഛൻ, വലിയച്ഛനും കൂടിയാണ് 3 ആൾ തറവാട്ടുണ്ടായിരുന്നു. ആ പകല് ഈ ലഹളക്കാർ വന്നുവിടും. അന്ന് മുത്തച്ഛനോട് പറഞ്ഞു, ഇവിടുത്തെ തോക്കും ഇതൊക്കെ തരണം, ഞങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്. അതിനാ തോക്ക്, യുദ്ധം ചെയ്യുന്ന തോക്ക് വേണം. 2 കുറ്റി തോക്കുണ്ടായിരുന്നു. ആ തോക്ക് അവർക്ക് എന്നാൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അന്ന് 500 രൂപ പൈസയും വേണം, പൈസയും കൊടുത്തു. പകലാണ് സംഭവം. അതിനവർ തിരിച്ചു പോയി. പകൽ വന്ന് അവർക്ക് തോക്ക് കൊടുത്തു, 500 രൂപയും കൊടുത്തു മുത്തശ്ശൻ. ഇനി ഞങ്ങളോട് വരില്ല എന്ന് പറഞ്ഞു. രാത്രി ഒരു 7-8 മണിയായിരിക്കും. ആ സമയത്ത് വീണ്ടും വന്നപ്പോൾ ഇവിടെ കാര്യസ്ഥന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യസ്ഥന്മാർ ചോദിച്ചു, എവിടെയാണ് എമ്പുരാനെ, എവിടെയാണ്? ഞാൻ സ്ഥലത്താണ്. ഇപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണണം. അപ്പോൾ ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അപ്പുറത്ത്, അവിടെയാണ് മുത്തശ്ശൻ പോയി കിടക്കാറ്. അവിടെയാണ് ഇവിടെ വന്നിട്ട് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ചോദിച്ച സമയത്ത് എന്തിനാണ് ചോദിക്കുക, കുമാരൻ എന്നായിരുന്നു ആ കാര്യസ്ഥൻ്റെ പേര്. കുമാര, എന്തിനാ അവർ വന്നു ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു കൈനീട്ട് കിട്ടണം. ഇവിടെ പൈസ ഒന്നുമില്ല, എൻ്റെ മകൻ്റെ അടുത്തുണ്ടാവും പൈസ, ഒരു 100 രൂപ വാങ്ങിക്കൊണ്ട് അവൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നു ഔട്ട് ഹൗസിൽ നിന്ന് കാര്യസ്ഥൻ ഇവിടെ വന്ന് വലിയച്ഛൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങി. അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ മഞ്ചേരിക്ക് പോയിരുന്നു, ഇങ്ങോട്ട് വന്ന് തിരിച്ചെത്തിയില്ല.
അവിടെ നിന്ന് ഇവിടുന്ന് 100 രൂപ വാങ്ങി കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ പൈസ കൊണ്ടുവന്നു, എന്നാൽ കൊടുത്തേക്കും ആരാറുന്നു. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല, അടിയങ്ങൾക്ക് തമ്പുരാൻ്റെ കൈകൊണ്ട് എന്നെ കിട്ടണം. അതെന്താ നിങ്ങളൊരു കള്ളത്തരാണല്ലോ, കൈകൊണ്ട് തന്നെ കിട്ടണം എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ വർക്കത്തുള്ളൊരു കൈകൊണ്ട് ഞങ്ങൾക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് 100 രൂപ. അങ്ങനെയില്ല. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വിശ്വസിക്കരുത്, മമ്പുറത്ത് തങ്ങളെ കാലാണ് സത്യം, ഞങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, സത്യം ചെയ്യും, മമ്പുറത്ത് തങ്ങൾ വെറുതെ സത്യം ചെയ്യുക, ഞാനാവുന്ന വിശ്വസിച്ച് പറഞ്ഞൊന്നുമല്ല, ഞങ്ങൾ ചെയ്യില്ല പറഞ്ഞു. മുത്തശ്ശൻ താഴേക്ക്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശൻ്റെ ഭാര്യ, അതിൽ 2 കുട്ടികൾ, എൻ്റെ വലിയ ഓപ്പോള് 7 വയസ്സായി. ഓപ്പോള് കിടക്കാൻ വാച്ച മുത്തശ്ശൻ്റെ അവിടെ കിടക്കല്. അവിടെ ചെന്ന് താഴത്തേക്ക് കോണി മുള്ളായിരുന്നു, കോണി താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി ഇങ്ങനെ വന്നപ്പോൾ ഭാര്യ മുത്തശ്ശി എന്ത് ചെയ്തു, കയ്യോന്ന് തടുത്ത് വെച്ചു. ഇപ്പം ഇവിടുന്ന് കണ്ട് താഴത്തേക്ക് ഇറങ്ങരുത് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു എന്താ ഈ പറയുന്നത്, പെണ്ണ് തിരക്കുകയോ, ഞാനൊരു ഒഴിക്കാൻ ഇറങ്ങുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു മാരി വന്നാലും മാരി തെടുത്താലും നാരി തെടുത്താലും പോകാൻ പാടില്ല, കൈയെടുക്കാൻ പറഞ്ഞു. താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ വാതിലടച്ചിരുന്നു. ഇറങ്ങി വന്ന് ആ വാതിലിൻ്റെ പൊളി ഇങ്ങനെ തുറന്നു മേപ്പെട്ടാക്കിയിട്ട്, കുമാരൻ അങ്ങോട്ട് കൊണ്ട പൈസ കൈ കണ്ടോ വെച്ചു, ഒരു വെടി വെച്ചുകൂടെ കൊണ്ടു. പിന്നെ ചവിട്ടി തുറന്ന് പുറത്തേക്ക് ഇട്ട് വെട്ടി കഷ്ണാക്കി ചെയ്തു. അപ്പോഴേക്ക് എന്ത് ചെയ്തു, എൻ്റെ അമ്മയും പിന്നെ വലിയ മുത്തശ്ശിയും എല്ലാവരും കൂടി ഇവിടെ ഇരുന്നു. ഈ വെടീൻ്റെ ശബ്ദം കൊണ്ട് ഇവരൊക്കെ ഇവിടുന്ന് വായിലൊക്കെ തുറന്ന് വല്യച്ഛനല്ലാത്ത ഓടി ഇവിടെ വലിയ വരുന്നതല്ല കാട് പോയി ഒളിച്ചിരുന്നപ്പോൾ എന്ത് പണി ചെയ്തു, ഈ വെടീൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, മുത്തശ്ശിയും മുത്തശ്ശീൻ്റെ 2 കുട്ടികളെടുത്ത് കണ്ട് അത് അവിടുന്ന് പോന്നു. അപ്പോൾ ഓരും കാട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഓപ്പോളെ അവിടെ സ്വന്തമാക്കി, ഓപ്പോളെടുത്തില്ല. അപ്പോൾ കാട്ടിൽ പോയിരുന്നു. ഇരുന്നപ്പോൾ ശബ്ദം കേട്ടോ, ആരാ അത്, പായിക്കുട്ടിയാണോ അത് ചോദിച്ചു. എന്തേ ഒന്നും പറയണ്ട, കഴിഞ്ഞു. അപ്പോൾ മുത്തശ്ശി അമ്മ ചോദിച്ചു, എൻ്റെ കുട്ടികളെ എനിക്ക് കൊണ്ടുവന്നല്ലോ, എൻ്റെ കുട്ടി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പായിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ മുത്തശ്ശീൻ്റെ ആങ്ങളുണ്ടായിരുന്നു, ആ കയ്യിൽ നിന്ന് പേടിക്കാണ്ട് ഞാൻ എടുത്തുകൊണ്ടിരാറുണ്ട്. അവിടെ ചെന്നു, ആ വെട്ടിയാലത്ത് ചെന്ന് കിടന്നപ്പോൾ ഇവർ 7 പടി കയറിയിരുന്നു മുകളിലേക്ക്. അപ്പോൾ ഈ കാര്യസ്ഥൻ എന്ത് പറഞ്ഞു, ആ നാഗരികുന്നത്ത് കയറിയിട്ട് ഇനി നിൽക്കണ്ട, ജീവനെ പേടിയുള്ളവർക്ക് ഓടിക്കോളാൻ പറഞ്ഞു. അപ്പം എന്താ വിചാരിച്ച്, മുസ്ലിംസ് എന്ത് വിചാരിച്ചു, ഇവർ 5-6 ആൾക്കാരേ ഉള്ളൂ, അന്നീ ടോർച്ചും കാര്യമൊന്നുമില്ലല്ലോ. ഇവർ വിചാരിച്ച് പട്ടാളം വരികയാണ് വിചാരിച്ചാണ്ട് അവരോടി. അപ്പം മുകളിൽ മുത്തശ്ശി ഓപ്പോള് കിടന്നിരുന്നു. അപ്പോൾ അവിടെ ചെന്നു, രാമപണിക്ക് എന്നയാൾ പേര്, അയാൾ ചെന്നു തുടങ്ങി. അപ്പോൾ ഈ തിരയൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഉണ്ട് രാമ പറഞ്ഞു. അപ്പോൾ ഒരു കോസരി എടുത്തിട്ട് 7 വയസ്സായിട്ടേ ഉള്ളൂ, ഒരു കോസരി എടുത്ത് മറ്റേ കോസരി മേൽക്കൂടെ ഇട്ടിട്ട് പേടിച്ചിട്ട് കിടക്കുക. എന്നിട്ട് എടുത്തു കൊണ്ടുവന്നപ്പോൾ കണ്ണിങ്ങനെ പൊത്തി താഴത്തേക്ക്. അപ്പോൾ ഇതിങ്ങനെ തെള്ളുകയാണ്. മുത്തശ്ശൻ നല്ല തടി നല്ല ഇതാണ്ടായിരുന്നു. അപ്പോൾ കണ്ണ് പൊത്തി, ഈ കണ്ണൊന്നും പൊത്തണ്ട, എൻ്റെ മുത്തശ്ശനെ വെട്ടിക്കൊന്ന ഞാൻ കണ്ടിരിക്കുന്നു. അപ്പോൾ താഴത്തിറക്കി വന്ന് മുത്തശ്ശ അച്ചച്ചാന്ന് കുറേ നിലവിളിച്ചിന്, ആരും വന്നില്ല. എന്നിവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് മഞ്ചേരിക്ക് പോയി, രാത്രി മഞ്ചേരി പോയി. അന്ന് ആ മഠത്തിൽ താമസിച്ച് പിറ്റേ ദിവസം കോഴിക്കോട്ടേക്ക്, അഭയാർത്ഥി ക്യാമ്പിൽ കോഴിക്കോട്ടേക്ക് പോയി. അവിടെയും കോഴിക്കോട്ടേക്ക് ചെന്ന് കോഴിക്കോട്ടും നിറഞ്ഞു. അവിടെ സാമൂഹിക കൊല്ലത്തിൻ്റെ ആൾക്ക് നിൽക്കാൻ വയ്യ. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ, ഇവിടുത്തെ ഗ്രൂപ്പ് നേരെ പ്രയാണം ചെയ്തു എവിടേക്ക്, എറണാകുളത്തേക്കും പോയി. അവിടുന്ന് പോയി വൈക്കത്തെത്തി. അപ്പോൾ വൈക്കത്തെത്തി അവിടെ ചെന്ന്, അപ്പോൾ അവിടെ വൈക്കത്ത് 1972 ഒരു ക്യാമ്പുണ്ട്, പഠനശിബിരമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈക്കത്തേക്ക് പോകണമെന്ന് അച്ഛൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളെ സംരക്ഷിച്ചൊരു കുടുംബമുണ്ട് അവിടെ, അവരെ പോയി സന്ദർശിക്കണം എന്നു. അപ്പോൾ ആരാ ചോദിച്ചു, തോട്ടകത്ത് ദാമോദരൻ കൈമൾ, അവിടെ അദ്ദേഹത്തിനെ പോയി കാണണം. നമ്മൾ ഇവിടുന്ന് അഭയാർത്ഥിയായിട്ട് പോയപ്പോൾ നമുക്ക് താമസിക്കാനും വേണ്ട സൗകര്യമൊക്കെ ചെയ്തെന്ന് കൈമളാണ്, അതുകൊണ്ട് ഈ അവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് പിടിച്ച് പോയി എവിടെ തോട്ടകത്ത് ദാമോദരൻ കൈമൾ അവിടെ 72. അപ്പോൾ 1 കൊല്ലം 8 മാസം അവിടെ ഞങ്ങൾക്ക് കുടുംബം 1 കൊല്ലം 8 മാസം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, 1 കൊല്ലം 8 മാസം അവിടെ നിന്ന് അച്ഛൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു.
ബാക്കിയുള്ള അച്ഛൻ അധികാരിയായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ നിയമപ്രകാരം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണല്ലോ. ഇപ്പോൾ ഇവിടെ വരണം, ഇവിടെ വന്നാൽ താമസിക്കാൻ സ്ഥലമില്ല. ഇപ്പോൾ മഞ്ചേരി അരികിഴായ പിന്നെ ഒരു സ്ഥലത്ത് പട്ടര ഒരു മഠം ഒഴിപ്പിച്ചു വാങ്ങി അച്ഛനവിടെ താമസം. ഭക്ഷണവും കാര്യവും കുളിയൊക്കെ, പിന്നെ ഭക്ഷണമൊക്കെ അമ്പലത്തിൽ നിന്ന്. പിന്നെ രാത്രി കിടക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കും. അവിടെ കിടന്ന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് കിടക്കുക. അങ്ങനെ അച്ഛൻ മാത്രം ഇവിടെ 1 കൊല്ലം 8 മാസം. അപ്പോൾ തിരിച്ച് ഇവിടെ വന്ന സമയത്ത് ലഹള ഒരുക്കി കൊടുക്കപ്പെട്ട ഒതുങ്ങി ഇവിടെ വന്ന സമയത്ത് മുത്തശ്ശൻ്റെ കുറച്ച് തലയോടും എല്ലും ഒക്കെ ബാക്കിയൊക്കെ കാക്കയും കഴുകനും ഒക്കെ തിന്ന് ഒക്കെ ഇതായിരുന്നു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ വെച്ചാണ് പിന്നെ കർമ്മങ്ങൾ ചെയ്യുക ചെയ്ത്. അപ്പോൾ ചതിച്ചിട്ട് കൊന്നതാണ്, ചതിയായിട്ട്. അപ്പോൾ മാപ്പിള ലഹള പറഞ്ഞാൽ ശരിക്കുള്ള മാപ്പിള ലഹളയാണ്, അല്ലാണ്ട് കിലാഫത്തൊന്നുമല്ല, ഇതുമല്ല. അപ്പോൾ അത് കഴിഞ്ഞ് 1 കൊല്ലം 8 മാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് കൊള്ളയൊന്നും അപ്പം ഉണ്ടായില്ല. കൊള്ള പിറ്റേ ദിവസം ഉണ്ടായി. കൊള്ള പിറ്റേ അതിൻ്റെ ഒരാഴ്ചയില്ല കൊള്ള നടന്നു. ആ കൊള്ള നടന്ന് ഈ വായിൽ കൊത്തിപ്പിടിച്ചു. ഇവിടുള്ള ചെമ്പും ചരക്കും ഒക്കെ ഉണ്ട്. ചരക്കാരനെ മനസ്സിലായില്ലേ, വറപ്പ് ചെമ്പ് ചരക്ക് ഇതൊക്കെ. പിന്നെ എന്തുകൊണ്ടുപോയി ഇവിടുന്ന് കട്ടുകൊണ്ടുപോയി പൂക്കോട്ടിൽ കൊണ്ടുപോയി. പൂക്കോട്ടിൽ കൊണ്ടുപോയി കുഴി കുത്തി അവിടെ കുഴിച്ച് അതിൻ്റെ മേലെ ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടി വാഴ വെച്ചു. ഇവിടെ പിന്നെ എന്താ, അന്ന് ഈ ബാങ്ക് കാര്യമൊന്നും അത്ര ധാരാളമില്ലല്ലോ. അപ്പോൾ ഈ സാധുക്കളായുള്ള ആൾക്കാർ കൊണ്ടുവരും പണയം വയ്ക്കും പണ്ടം. അപ്പോൾ മുത്തശ്ശന് അതിന് വലിയ നിർബന്ധം, പണയം വയ്ക്കും. ആ ഒരു 10,000-ത്തിലുണ്ടായിരുന്ന പണ്ടങ്ങൾ മുഴുവൻ അവർ കൊള്ള ചെയ്തു. ആ കൊള്ള ചെയ്തുമല്ല, വാതികളിലൊക്കെ വെട്ടിപ്പൊളിച്ച് പിന്നെ ഒക്കെ നശിപ്പിച്ചു. അതിൽ കേടുള്ള വാതിലൊക്കെ നമ്മൾ പിന്നെ മാറ്റിയതാണ്. അങ്ങനെ ഒരു പിന്നെ കൊള്ള നടന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഉള്ളതായിരിക്കുന്ന ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും, പശുക്കളുണ്ടായിരുന്നു, ധാരാളം പശുക്കളുണ്ടായിരുന്നു. പശുക്കളെ അവർ കൊണ്ടുപോയി അറുത്ത് തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാലൊന്നുമില്ല. നെല്ലുള്ളതൊക്കെ കളവുപോയി, പൈസ ഉള്ളതൊക്കെ പോയി, സകല ഒരു സാധനം ഇല്ലാണ്ട് മുഴുവൻ കൊള്ള ചെയ്ത് കൊണ്ടുപോയി. യാതൊരു മാർഗമില്ലാത്ത രീതിയിൽ കൊള്ള ചെയ്തു. അങ്ങനെയാണ് ആ സംഭവം അന്നുണ്ടായത്. അത് വളരെ ദയനീയമായ ഒരു സംഭവമായിരുന്നു. അത് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, വളരെ സത്യമായുള്ള കാര്യങ്ങൾ. വേറെ ആൾ പറഞ്ഞിട്ട് പൊടിപ്പുകളൊക്കെ ഉണ്ടാവില്ല, അതിൽ അച്ഛനെ പറഞ്ഞിട്ട് പൊട്ടുള്ള അച്ഛൻ്റെ ഫോട്ടോ അമ്മേൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചു. മുത്തശ്ശൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ ഫോട്ടോ അന്ന് മദ്രാസ് കോടതി ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മദ്രാസ് സ്റ്റേറ്റ് ആവുകൊണ്ട് മദ്രാസിലാണ് കോടതി. അപ്പോൾ മദ്രാസ് കോടതിയിൽ പോകണം. അച്ഛൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട്, അന്ന് അതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ കോട്ടും സൂട്ടും ഒക്കെ വേണം. കുപ്പായം തൊട്ടുള്ള പതിവില്ലല്ലോ. അപ്പോൾ അത് ആ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ മാപ്പിളകളെ പോയി. അനവധി സാധനങ്ങൾ, റെക്കോർഡുകൾ മുഴുവൻ നശിപ്പിച്ചു. 12-ാം ശതത്തിൽ ഭൂമി ഉണ്ടായിരുന്നു. ആ റെക്കോർഡുകൾ ഒറ്റ റെക്കോർഡുകളില്ല. പിന്നൊക്കെ കച്ചേരിയിൽ നിന്ന് പകർത്തി വാങ്ങിയാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, സകല രീതിയിലുള്ളതായിരിക്കുന്ന. അപ്പോൾ അങ്ങനെ പോയ ആൾക്കാർ, കുറേ ആൾക്കാർ അവിടെ നിന്ന് വരാണ്ടത് അവിടെ തന്നെയായി. ഞങ്ങൾ ചില ആൾക്കാരൊക്കെ തിരിച്ചു വന്നു. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. മരിക്കാത്ത മറക്കാനാവാത്ത വിങ്ങലുകൾ സമ്മാനിച്ച മാപ്പിള ലഹളക്കാരമായിരുന്നു അത്. നാഗേരി മനയിൽ ആ വിങ്ങലുകൾ തലമുറകളിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കും. ലഹളക്കാരെ ഭയന്ന് പലായനം ചെയ്തവർ 1 വർഷവും 8 മാസവും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ടത് കാരണവരുടെ വെട്ടിനുറുക്കിയ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളായ അസ്ഥികളും തലയോട്ടിയും മാത്രം. ചലനമറ്റ ശരീരഭാഗങ്ങൾ കാക്കയും കഴുകനും വിശപ്പടക്കിയതിനു ശേഷമുള്ള അസ്ഥികൂടം. അനന്തിരവന്മാർ സമുദായാചാരപ്രകാരം സംസ്കരിച്ചത് കാരണവരുടെ അസ്ഥിയും തലയോട്ടിയുമാണെന്ന വസ്തുത ഏതൊരു മനസ്സിനെയാണ് വേദനിപ്പിക്കാതിരിക്കുക. ഇത് 100 വർഷം മുമ്പത്തെ ചരിത്രം, കാലത്തിനും മായ്ക്കാനാവാത്ത ചരിത്ര സത്യങ്ങൾ.